ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷവുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി എത്തിയിരിക്കുകയാണ് ബാലചന്ദ്രനെ മീറ്റ് ചെയ്യാനായിട്ട്. ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ബാലചന്ദ്രനെ കാണാനായിട്ട് സ്റ്റാൻലി വെയിറ്റ് ചെയ്യുന്നത്. ബാലചന്ദ്രന്റെ കിളി പോയ മട്ട് തന്നെയാണ്. അലീനയ്ക്ക് എന്തൊക്കെയോ സംതിങ് തോന്നുന്നുണ്ട്. എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്തോ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്ന് അറിയില്ല. അലീന വന്നപ്പോഴത്തേക്കും ബാലചന്ദ്രന്റെ വഴിക്കും പോയി. ഏതായാലും ബാലചന്ദ്രൻ ചെല്ലാൻ പോകുന്നത് ആ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെയാണ്. അവിടെ ചെന്ന് നമ്മുടെ സ്റ്റാൻലിയോട് സംസാരിക്കുകയും സ്റ്റാൻലി എന്തായിരിക്കും ബാലചന്ദ്രനോട് പറയുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം. അപ്പം ബോറാക്കുന്നില്ല, നേരെ ഞാൻ ആ ഒരു സീനിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. ഇത്ര നമ്പർ റൂം എന്ന് പറഞ്ഞായിരുന്നല്ലോ, സ്റ്റാൻലി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ സ്റ്റാൻലി ആ റൂമിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ റൂമിലേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ചെല്ലുകയാണ്. അങ്ങനെ ആ റൂമിലേക്ക് ബാലചന്ദ്രൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മിസ്റ്റർ ബാലചന്ദ്രൻ കയറി വാ, പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനെ ഇൻവൈറ്റ് ചെയ്ത് അകത്ത് കയറ്റുകയാണ്. അങ്ങനെ അകത്ത് ബാലചന്ദ്രൻ കയറി. ഏതായാലും ബാലചന്ദ്രനോട് ഒരു മുഖവരയും കൂടാതെ സ്റ്റാൻലി പറയുകയാണ്, ഞാന് അറിയാലോ, കൊല്ലത്ത് നിന്ന് ഇത്രയധികം കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനും വേണ്ടിയല്ല. അന്ന് താൻ വന്നപ്പം മിസ്റ്റർ ബാലചന്ദ്രൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എനിക്ക് വേറൊന്നുമല്ല പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞല്ലോ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ആ ഒരു പെൺകുട്ടി എനിക്കും വൈജയ്ക്കും ഉണ്ടായ മകളാണ് എന്ന്. ഏതായാലും വെറുതെ അങ്ങനെ ഒരാൾ കയറി വന്ന് പറയുമ്പോൾ ഞാനത് എസ് വെച്ച് തന്നാൽ അതെന്റെ വെറും മണ്ടത്തരം, അല്ലെങ്കിൽ ഞാൻ വെറും പൊട്ടനാവുന്നത് പോലെ ആയി പോകില്ലേ. അതുകൊണ്ട് എന്റെ ബുദ്ധിക്കും എന്റെ ബോധത്തിനും ഉതകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അതിനെന്തെങ്കിലും പ്രൂഫ് തരുമോ എന്ന്. അപ്പോഴത്തേക്കുമാണ് ബാലചന്ദ്രൻ പറഞ്ഞത്, താങ്കളോട് ഞാൻ പറഞ്ഞല്ലോ, പ്രൂഫ് നിരത്താൻ മാത്രം എനിക്കിപ്പം അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത് കൊണ്ട് ഒന്നും നേടിയെടുക്കാനില്ല. എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടോ? ഒരിക്കലും ഞാൻ ഒന്നും നേടിയെടുക്കുന്നില്ല. ഇപ്പോഴും ഞാൻ താങ്കൾ വിളിച്ചപ്പോൾ വന്നത് വേറൊന്നും കൊണ്ടുമല്ല. താങ്കൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അത്രയൊക്കെ എനിക്ക് അറിയാമെങ്കിൽ, അത്രയൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, അങ്ങനെ ഒരു വൈജ ഉണ്ടെങ്കിൽ, അങ്ങനെ കൈതക്കൽ തറവാട്ടിലെ അങ്ങനെ ഒരു വൈജ ഉണ്ടെങ്കിൽ ആ ഒരു വൈജയെ കെട്ടിയിരിക്കുന്നത് ഞാനാണ് എങ്കിൽ ഈ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? ഒരിക്കലും എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു അപവാദം പറഞ്ഞ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇല്ലാത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരേണ്ട ഗതികേടൊന്നും ഈ ബാലചന്ദ്രൻ ഇല്ല. ബാലചന്ദ്രൻ കഷ്ടപ്പെട്ട് ബാലചന്ദ്രൻ അതും മലരാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നീക്കിയിരിപ്പ് കൊണ്ട് ഇപ്പോൾ ബാലചന്ദ്രൻ ഒരു സ്വർണ്ണക്കടയുണ്ട്. അതുപോലെ ഹാർഡ്വെയർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതുപോലെ എനിക്ക് ഈ പാലയിൽ ഇല്ലാത്ത സംരംഭങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിന്റെ ഗതികേടാണ് ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്നൊന്ന് തന്റെ സെൻസ് ഉപയോഗിച്ച്, താൻ വലിയ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട്, തന്റെ സെൻസ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലിക്ക് സത്യം പറഞ്ഞ ഉത്തരം അവിടെ മുട്ടിപ്പോവുകയാണ്. അപ്പൊ സ്റ്റാൻലി തട്ടുമുട്ടുത്തരം പറയണമല്ലോ. അതായത് നമ്മുടെ ബാലചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ സ്റ്റാൻലി അവിടെ ആരായി? പോങ്ങനായില്ലേ. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻലി എന്ത് ചെയ്യുന്നു? സ്റ്റാൻലി പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും ഞാനും വൈജയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധത്തിലുള്ളതാണ് അലീന എന്ന്, ഈ പറയുന്ന താൻ പറഞ്ഞ അലീന എന്ന് എനിക്ക് നിങ്ങൾക്കിപ്പം നിങ്ങളെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്കറിയണം. അത് ഇനിയിപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ തന്നെ അത് സെറ്റ് ആക്കിക്കോളാം. നിങ്ങളോട് ഞാൻ പറയുന്നില്ല അതൊന്നും. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഈ അലീന എന്റെ മകളാണെന്നുള്ള പ്രൂഫ് തേടി പോണമല്ലോ എനിക്ക്. അതിനു മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കണം. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്റെ മോളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കാണുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്റെ ഒരു ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിൽ മാത്രമേ എന്റെ വീട്ടിൽ വരാവുള്ളൂ എന്ന് പറഞ്ഞപ്പം, ഓഫ് കോഴ്സ് ഞാൻ അത്രേ ഞാൻ ചെയ്യത്തുള്ളൂ. താങ്കളുടെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അലീനയുടെ അച്ഛനാണ്, അലീനയെ ജന്മം കൊടുത്ത, അല്ലെങ്കിൽ അലീനയ്ക്ക്
അലീനയെ ഉപേക്ഷിച്ചു പോയ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ അവളെ വേണ്ടാന്ന് വെച്ച ഒരു അച്ഛനാണ്, അവളുടെ അച്ഛനാണ്, ഞാൻ സ്റ്റാൻലി ആണ്, ഞാൻ കൊല്ലംപറമ്പിലെ സ്റ്റാൻലി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല. താൻ എന്താണ് ഈ പറയുന്നത് മിസ്റ്റർ ബാലചന്ദ്രൻ? മിസ്റ്റർ ബാലചന്ദ്രൻ പറയുന്നത് പോലെ തന്നെ താങ്കളുടെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ആ വീട്ടിൽ വരും. എവിടെയാണോ അലീന ഉള്ളത്, ഇപ്പം വീട്ടിലല്ല എങ്കിൽ എവിടെയാണോ അലീന ഉള്ളത് അവിടെ ഞാൻ വരും. എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഓക്കെ, അത് എനിക്ക് ഒരു കുഴപ്പവുമില്ല, താങ്കൾക്ക് എന്റെ വീട്ടിൽ വരാം, എന്റെ ഫ്രണ്ടായിട്ട് വീട്ടിൽ വന്ന് താങ്കൾക്ക് അവളോട് സംസാരിക്കാം, അവളെ കാണാം, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും എന്റെ ഭാര്യയുടെ മുൻ കാമുകനെ തേടി വന്ന ഒരു ഗതികേടുണ്ടായതും അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ സ്റ്റാൻലി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിനക്കും, അതായത് നിനക്കും എന്നല്ല, സ്റ്റാൻലിക്കും വൈജയ്ക്കും ഉണ്ടായ കുട്ടിയാണ് ഈ പറയുന്ന അലീന എങ്കിലും നിങ്ങളെപ്പോലെയല്ല. വെളിവും വെള്ളിയാഴ്ചയും അതുപോലെ ബോധവും ബുദ്ധിയും അങ്ങനെ എല്ലാം അച്ചടക്കവും ഉള്ള ഒരു പെൺകുട്ടിയാണ് അവള്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിച്ചു പോയി, എന്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ അവളെ സ്നേഹിച്ചു പോയി, ഞാൻ വാത്സല്യം കൊടുത്തുപോയി, അവൾ എന്നെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടുപോയി എന്നതുകൊണ്ട് മാത്രമാണ് ശത്രുവിനെ പോലെ കാണേണ്ട അവളെ ഞാനിപ്പോൾ എന്റെ മകളായിട്ട് കണ്ട് അവൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കി വെക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളോടോ വൈജയോടോ, അല്ലെങ്കിൽ വൈജയെ എനിക്ക് കിട്ടാനോ, അങ്ങനെ ഒരു മകൾ എനിക്ക് ബാധ്യതയാകും, വൈജ എനിക്ക് വേണം, അതുകൊണ്ടൊന്നും അല്ല. ഈ പറഞ്ഞവളെ ഞാൻ എന്റെ പുറംകാലം കൊണ്ട് അടിച്ചു തീർപ്പിച്ചതാണ്. അവൾ ഇനി എന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ വൈജ എവിടെയാണെന്നോ വൈജയെ തിരക്കിയോ ഒന്നുമല്ല വന്നത്. ഞാൻ വന്നത്, എനിക്ക് ആ ഒരു ഫ്ലാഷ് ബാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ട, അതൊന്നും അറിയാൻ താല്പര്യമില്ല. കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ. ഇനി അതൊന്നും ഓർമ്മപ്പെടുത്തിയിട്ടോ ഓർമ്മിപ്പിച്ചിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ എന്റെ സ്വപ്നങ്ങളും അതൊക്കെ ഞാൻ സ്വരുക്കൂട്ടിയ എന്റെ മുതൽക്കൂട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ ഒറ്റയടിക്ക് തകർന്നു പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് കടന്നു വരികയോ അത് അന്വേഷിച്ചു പോവുകയല്ല മിസ്റ്റർ ബാലചന്ദ്ര ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ എനിക്കും വൈജയ്ക്കും ഉണ്ടായ അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ അനാഥയായിട്ട് ജീവിക്കാൻ പാടില്ല. അതെന്റെ മനസാക്ഷി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിൽ അവശേഷിക്കുന്ന ഏക തെളിവ്, ഞങ്ങളുടെ പ്രണയത്തിന്റെ ഏക തെളിവ്, ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ഏക തെളിവാണ് അവള് എന്റെ മകളാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക തന്നെ ചെയ്യും. പക്ഷെ അവൾ എന്റെ മകളാണെന്ന് എനിക്ക് അറിയണം എന്നാണ് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സ്റ്റാൻലിയുടെ ആ ഒരു ആവശ്യം ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബാലചന്ദ്രനും പറയാൻ പറ്റില്ല. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്. അയാൾ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് ഇത് തന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഫ്ലാഷ് ബാക്ക് ജഗൻ എടുത്തോണ്ട് വന്നാലും അങ്ങനെ ഒരു കഥ അതിപ്പോ ആർക്കാണ് എടുത്തോണ്ട് വരാൻ പറ്റും, അപ്പൊ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറയുന്നതെല്ലാം വ്യക്തമായ കാര്യങ്ങളാണെന്ന് ബാലചന്ദ്രനും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ബാലചന്ദ്രനും പറയുന്നുണ്ട്, അപ്പൊ തനിക്ക് എന്റെ മകളെ കാണുമെങ്കിൽ പോന്നോളൂ, എന്റെ കൂടെ പോന്നോളൂ, വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട, എന്റെ വീട്ടിലേക്ക് തന്നെ, നെടുമ്പുരക്കിലേക്ക് തന്നെ പോന്നോളൂ എന്ന് പറയുമ്പം അവിടെ തന്റെ ഭാര്യ ഇല്ലേ, വൈജ ഇല്ലേ, അവളുള്ളപ്പം ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്, അപ്പം അവൾക്ക് അറിയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ അറിയാൻ പാടില്ല, അവൾ ഇതുവരെ ഈ സത്യം അറിഞ്ഞിട്ടില്ല. അവളെ നിങ്ങളുടെ മകളെ മിസ്റ്റർ സ്റ്റാൻലി തന്റെ മകളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടും ചവിട്ടി തേച്ചുകൊണ്ടും ഇരിക്കുന്നത് സ്വന്തം മകളാണെന്ന് അറിയാതെയാണ്. അവൾ അങ്ങനെ ചെയ്യുന്നതാണ്. അവളുള്ള വീട്ടിൽ ഒരിക്കലും ഈ പറയുന്ന വൈജ കയറില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ശപഥം ചെയ്തിട്ട് അവൾ അങ്ങ് കൈതക്കൽ തറവാട്ടിൽ പോയി നിൽക്കുന്നവളാണ്. എന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടിയും എന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അലീനയെ ഇറക്കി വിടണം. അലീന എന്ന് പറയുന്ന ഒരു പിഴച്ചവളെ, ഏതോ ഒരു പിഴച്ച സ്ത്രീക്കുണ്ടായ പെണ്ണിനെ ആ വീട്ടിൽ കയറ്റിയാൽ അവൾ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു പോയി നിൽക്കുകയാണ് അവളുടെ വീട്ടില്. അതുകൊണ്ട് വൈജയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല, അത് 100% ഞാൻ ഉറപ്പു തരുന്നു. അങ്ങനെ വൈജയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തനിക്ക് ഉണ്ടാവില്ല, അവിടെ സാധ്യമാവില്ല. അവിടെ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതില് ഞാൻ അലീന എൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് സ്റ്റാൻലി എന്ത് ചെയ്യുന്നത്, സ്റ്റാൻലി അല്ല ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻലിനെയും കൂട്ടി നേരെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും ആ ഒരു മുഹൂർത്തത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. നമ്മുടെ അലീനയുടെ അച്ഛനും തമ്മിൽ, അലീനയ്ക്ക് ജന്മം
ജന്മം നൽകിയ അച്ഛനുമായിട്ട് കാണുന്ന ആ ഒരു മുഹൂർത്തത്തിനായിട്ട് ഏതായാലും അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ അലീനയാണെങ്കിൽ മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എനിക്ക് അവിടെ വന്ന് എല്ലാവരും ഒന്ന് കാണണം. അപ്പൊ പോകുന്ന കാര്യം എന്തായി, ഫിക്സ്ഡ് ആയോ, നീ പോകുവോ ഉടനെ, എന്താണ് അങ്കിള് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അലീന പറയുന്നുണ്ട്, പോകുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല, എന്തോ അറിയത്തില്ല, ഞാൻ ചോദിച്ചായിരുന്നു, ഇന്നും ചോദിച്ചായിരുന്നു, പക്ഷെ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അച്ഛനോട് ഞാൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല, നാളെ നീളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവല്ലേ മനുവേട്ടാന്ന് പറയുമ്പോൾ നിനക്ക് എന്താ പോകാനത്തെ തീർത്തി, നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആക്കാനല്ലേ അങ്കിള് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നിനക്കൊന്ന് വെയിറ്റ് ചെയ്താൽ എന്താ അലീന എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ എത്ര നാളായി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ശല്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് എവിടെയാണെങ്കിലും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റ് തന്നെയാ മനുവേട്ട. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാനും എനിക്ക് എന്തോ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങളെ എല്ലാവരെയും വിട്ടുപോകുന്നതിന്റെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, അതൊരിക്കലും ശരിയല്ല. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകാനൊന്നും പോകുന്നില്ല. നീ നോക്കിക്കോ, ഇനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. ഇനിയാണ് നീ വിചാരിച്ചതിലും അപ്പുറം ബാലചന്ദ്രൻ ഞങ്ങൾ മാറാൻ പോകുന്നത്. നീ ഇപ്പൊ കാണിക്കുന്നത്, അതും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്, അത് വലിയൊരു എന്താ പറയാ അബദ്ധമാണെന്ന് നിനക്ക് പിന്നെ തോന്നും. ചിലപ്പോ ഒരു പക്ഷേ നിനക്ക് അതൊരു നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലവും അതുപോലെ നിനക്ക് ഒരുപാട് ഭാഗ്യം കിട്ടുന്നതുമൊക്കെ ആയിരിക്കാന്ന് പറയുമ്പോഴത്തേക്കും മനു അല്ല അലീനെ ചിന്തിക്കുന്നുണ്ടോ, അതെന്താ മനുവേട്ടൻ ഇങ്ങനെ എന്തോ പറയുന്നത്, എനിക്ക് എന്ത് ഭാഗ്യം കിട്ടാനാ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഭാഗ്യവും കിട്ടാനില്ല, എനിക്കല്ലെങ്കിൽ ഒരു ഭാഗ്യവും വേണ്ടതാനും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 നേരത്തെ ആഹാരം കഴിക്കുക, എവിടെയെങ്കിലും ചുരുണ്ടുമൂടി ഒരു തലകണയും ഒരു പായം കിട്ടിയാൽ അവിടെ കിടന്നുറങ്ങുക, അതാ എന്റെ സൗഭാഗ്യം, അല്ലാതെ വേറൊരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. പിന്നെ വേണ്ടത് എനിക്ക് വേണ്ടപ്പെട്ടവർ സന്തോഷിച്ച് കാണുക എന്നത് തന്നെയാണ്. അതിപ്പോ മനുവേട്ടനാണെങ്കിലും എനിക്ക് ജന്മം നൽകിയ എന്നെ വെറുക്കുന്ന എന്റെ അമ്മയാണെങ്കിൽ കൂടി അവരെ ഒരിക്കലും വേദനിക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനുവേട്ട എന്ന് പറയുമ്പോഴത്തേക്കും, നിന്റെ ഈ നല്ല മനസ്സ് കാണാൻ ഏതായാലും ആന്റിക്ക് പറ്റണില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണേ. ഏതായാലും ഈ ഒരു സമയത്താണ് പുറത്ത് ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത്. അപ്പൊ ബാലചന്ദ്രൻ അങ്ങ് പോവുകയും പുറകെ നമ്മുടെ ബാലചന്ദ്രൻ ഇപ്പൊ സത്യം പറഞ്ഞാല് സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുന്നതാണ്. ഏതായാലും സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രന്റെ അകത്തേക്ക് കയറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ മനുവിന്റെ ഫോൺ കട്ട് ചെയ്യാണ്, വണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അലീനയും സ്റ്റാൻലിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ഏതായാലും അലീന കാണുന്നുണ്ട് തന്റെ അച്ഛനെ കണ്ട് എന്താ പറയാ, നമ്മുടെ സ്റ്റാൻലിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് തന്റെ മകളാണ് എന്ന്, ഇനിയിപ്പം DNA ഒന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ലെന്നേ. തന്റെ ചിന്നമ്മ എന്ന് പറയുന്ന അമ്മയുണ്ടല്ലോ, മരിച്ചുപോയ സ്റ്റാൻലിയുടെ അമ്മയുടെ അതേ ഷേപ്പ് അതേ കട്ടാണ് കേട്ടോ നമ്മുടെ അലീന. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ്, മിസ് ചെയ്ത് കളയരുത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അലീന പോകാറായി, ഓരോ ദിവസവും അടുക്കുന്തോറും അലീന ഇവിടെ വിട്ട് പോകാറാവുകയാണ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുക കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മൾ അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട് കേട്ടോ, റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഡെയിലി നമ്മൾ അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കയറി കാണുന്നില്ലെങ്കിൽ റിയൽ സ്റ്റോറി ന്യൂ, പിന്നെ നമ്മുടെ കഥയുടെ പേര് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ കഥ ലഭിക്കുന്നതായിരിക്കും. റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് പേര്. പിന്നെ നമ്മുടെ പോസ്റ്റിലെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ലൈക്ക് ചെയ്യാനല്ല സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ, നാളെ രാവിലെ കാണാമേ.